ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ എങ്ങനെ സൂപ്പറായിട്ട്, അതായത് ഭയങ്കര ലാവിഷായിട്ടല്ല, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ നല്ല നീറ്റിൽ കണ്ണെഴുതാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഡാസ്ലറിൻ്റെ വാട്ടർ പ്രൂഫായിട്ടുള്ള ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. 72 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ട് 5-6 മാസമായി. അപ്പോൾ ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് കണ്ണെഴുതി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ണെഴുതുമ്പോൾ നമ്മളെപ്പോഴും കണ്ണിൻ്റെ സെൻറ്റർ പൊസിഷനിൽ തുടങ്ങണം. എന്നിട്ട് നമുക്ക് മെല്ലെ ബാക്കിലേക്ക് ഇങ്ങോട്ട് വലിച്ച് കണ്ണിൻ്റെ എൻഡിങ്ങിലേക്ക് വലിച്ചു കൊണ്ടുപോകാം. എന്നിട്ട് വേണം പിന്നെ നമ്മൾ കണ്ണിൻ്റെ ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരിക്കലും നമ്മൾ മൂക്കിൻ്റെ അടുത്തുള്ള സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരിക്കലും കണ്ണെഴുതാൻ പാടില്ല. അവിടെ നമ്മളെപ്പോഴും വെള്ളം കണ്ണീരുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ബ്ലെൻഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്, സ്മഡ്ജായി പോകാനുള്ള. അപ്പോൾ ഞാൻ കണ്ണെഴുതുമ്പോൾ കൂടുതൽ സംസാരിക്കാത്ത നമുക്ക് കണ്ണെഴുതാൻ പറ്റില്ല. അതാണ് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ മിഡിൽ ഭാഗത്ത് നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കട്ടി കുറച്ച് നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ 2 എൻഡിങ്ങിലും നമ്മൾ ഐലൈനർ തൊടിയാൻ പാടില്ല. കാരണം വെച്ചാൽ അവിടെ എപ്പോഴും നമ്മൾ വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് സ്മഡ്ജ് പരക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ താഴെ എഴുതിയതെന്ന് വെച്ചാൽ നമ്മളെ വാട്ടർ ലൈനില്ലേ, കണ്ണിൻ്റെ വാട്ടർ ലൈൻ എന്ന് വെച്ചാൽ നമ്മൾ കൺപീലി ആരംഭിക്കുന്നതാണ് നമ്മളെ കണ്ണിൻ്റെ വാട്ടർ ലൈന്. അപ്പോൾ ആ കൺപീലി സ്റ്റാർട്ട് ചെയ്യുന്നിടത്തു നിന്ന് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ണുനീര് തട്ടിയിട്ട് അത് പരക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ താഴെ കൺപീലി ഇങ്ങനെ കൺപീലി ബോണ്ട് ചെയ്ത സ്ഥലമില്ലേ, അവിടെ ഇങ്ങനെ എഴുതണം. ഏത് സ്ഥലത്ത് മേലെയായാലും താഴെയായാലും എഴുതുമ്പോൾ നമ്മൾ ഒരിക്കലും എൻഡിങ്ങിൽ കൊണ്ടേ തട്ടിക്കാൻ പാടില്ല. എന്നാൽ അത് മനസ്സിലാവാനും പാടില്ല. ഈ ഒരു രീതിയിൽ വേണം. ഞാനിപ്പോൾ അതിൻ്റെ കോർണർ കൊണ്ടുപോയിട്ട് 2 കോർണറിലും കൊണ്ടുപോയിട്ട് തട്ടിച്ചിട്ടില്ല. ആ ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് നല്ല സിമ്പിൾ ലുക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇതാണ് നമുക്ക് നല്ല ലുക്കായിട്ട് വരിക. അപ്പോൾ ഞാൻ കണ്ടോ, ഈ കണ്ണിൻ്റെ ഒക്കെ ശരിക്കും മനസ്സിലാവും. ഞാൻ കോർണർ ലൈനിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ഈ കണ്ണിൻ്റെ അവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ കണ്ടോ, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത്. കണ്ണിൻ്റെ ഈ നമ്മൾ സെൻറ്റർ പൊസിഷനിൽ ആദ്യം തുടങ്ങുക. എന്നിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.